നമുക്ക് നോക്കാല്ലേ. പുറത്ത് നിൽക്കുന്ന ആളാരെന്നറിയോ? നിങ്ങൾ പലർക്കും എന്നെ പരിചയം ഉണ്ടാവില്ല, എന്റെ പശ്ചാത്തലവും അറിയാൻ വഴിയില്ല. ഞാൻ സ്വയം പരിചയപ്പെടുത്താം. ഞാൻ സ്വന്തമായിട്ടൊരു ചെട്ടിയേറെ നാളെ കൊതിച്ചോരെ സ്വന്തമായിട്ടിരിക്കട്ടെ സാറിന്റെ വരവെന്താ? പുതിയ ദൗത്യം വല്ലതും ഉണ്ടോ? വരട്ടേണ്ട രീതിയൊക്കെ നല്ലോണം പഠിച്ചാ ഞാൻ വന്നിരിക്കുന്നത്. അദ്ദേഹം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇപ്പൊ പാലക്കാട് കഴിഞ്ഞ ദിവസം SFI പ്രവർത്തകരെ ആക്ഷേപിക്കുന്ന അദ്ദേഹം പറഞ്ഞ സമരം ചെയ്യുന്ന ആളുകൾ കുരങ്ങന്മാരാണെന്ന് പറഞ്ഞു. ഇതിന് മറുപടി കേരളത്തിന്റെ പൊതുസമൂഹം നൽകുമെന്നുള്ളതിൽ തർക്കമില്ല. ഏറ്റവും ശക്തമായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ സമരം തുടർന്നു പോകും. എന്നാ പിന്നെ ഇയാൾ ഒറ്റയ്ക്ക് പോയി ശ്രമിക്കും. ഞാൻ ശ്രമിക്കുകയോ ശ്രമിക്കാതിരിക്കുകയോ ചെയ്യും. അതിനെനിക്ക് നിന്റെ സഹായം ആവശ്യമില്ല. ചാൻസലർ ഗവർണർ നുണ പറയാണ്. നീ ഒന്ന് ശരിക്ക് തള്ളേ. ഞാൻ ശരിക്കും തള്ളുന്നുണ്ടോ? അപ്പൊ ഇനി സത്യം തുറന്ന് പറയാല്ലേ? മാധ്യമങ്ങളുടെ മുൻപിൽ വന്ന് തന്റെ വാഹനം ആക്രമിച്ചു എന്ന് പറയുന്നു. ഒരു തരത്തിലും വാഹനത്തിന്റെ പരിസരത്തേക്ക് ഒരു വിദ്യാർത്ഥിയും പോയിട്ടില്ല. ഇത് ശരിയാവില്ല. ഈ വ്യവസ്ഥിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഞങ്ങളോ? അതെ, പുതിയ തലമുറ, ചിന്തിക്കുന്ന തലമുറ. SFIയെ സംബന്ധിച്ചും SFIയുടെ സമരചരിത്രത്തെ സംബന്ധിച്ചും ആരിഫ് മുഹമ്മദ് ഖാൻ അറിയില്ലെങ്കിൽ പിന്നെ വലിയ ആനക്കാര്യങ്ങളാണല്ലോ നിങ്ങൾ ചെയ്തു കൂട്ടിയത്. അദ്ദേഹത്തെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശേഷി കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനുണ്ട്. നിങ്ങളുടെ ഈ ഉണ്ടച്ചുരുട്ടെന്ന് എന്നോട് വേണ്ട. അടിച്ചാൻ കണ്ണിയാ 16 ലക്ഷത്തോളം അംഗങ്ങളുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് കേരളത്തിലെ SFI. കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗം നിലനിൽക്കണം, അതിനുവേണ്ടിയുള്ള സമരാണ്. അപ്പൊ നമുക്ക് നോക്കാല്ലേ. ഞാനേ വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാനാ വന്നത്. എന്താ ഉണ്ടായെന്ന് പറ വേല. ഇതാ പറയാവേ. കുറെ കാലമായി ഞാൻ സഹിക്കുന്നു. ഇതൊരു നടക്ക് പോണ മാതിരില്ല. സഹോദരന്മാർ ആർക്കെങ്കിലും അറിയാം അർത്ഥം? ഇനി ഇതുപോലുള്ള വൃത്തികേടും കാണിച്ച് എന്റെ പിറകെ നടന്നാലുണ്ടല്ലോ. ആ മാപ്പിളോട് കളിക്കണ്ടട്ടാ. അയലൊരു ഈടുമൂടില്ലാത്തവനാ. പിന്നെ എന്തിനാണാവോ ഇങ്ങോട്ട് എഴുന്നള്ളിയതിന്റെ ഉദ്ദേശം? നാട്ടിലെ പ്രമാണിയായി പോയില്ലേ, ചട്ടമ്പിമാരെയൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാതെ. ഞാൻ ചോദിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇത് മനഃപൂർവ്വം ബഹുമാനപ്പെട്ട ഗവർണർ താൻ ഇരിക്കുന്ന പദവി പോലും നോക്കാതെയുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തങ്കപ്പന്റെ അടുത്ത് ഒരു പുല്ലും നടക്കത്തില്ല. ആരിഫ് മുഹമ്മദ് ഖാൻ ബഹുമാനപ്പെട്ട ഗവർണർ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റ്. ഒന്നും പറയാണ്ടിരിക്കാ. ഞാൻ ഈ കാര്യത്തിൽ നിരപരാധിയല്ലേ? അല്ല, ഞാൻ എന്ത് ചെയ്തെന്നാ പറയുന്നത്? താൻ ഒന്നും ചെയ്തില്ല. അത് തന്നെയാ താൻ ചെയ്ത അപരാധം. ജനങ്ങൾ വോട്ട് ചെയ്ത് തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ്. നമ്മുടെ നാട്ടുകാർക്ക് ഇത് മണ്ടന്മാരല്ല. ഒരു അധികാരവും ഇല്ലാത്ത സ്ഥാനമാണ് ഗവർണർ. യഥാർത്ഥത്തിൽ ഗവർണർ പദവി ആവശ്യമില്ലാത്തതാണ്. കേരള സമൂഹത്തിൽ നമ്മുടെ കേരളത്തിലെ ഇപ്പോഴത്തെ ഗവർണറെ കൊണ്ട് സമർത്ഥിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കുറച്ച് കുട്ടികള് കരിങ്കൊടി കാണിച്ചതിന് കാറ് നിർത്തി അദ്ദേഹം ഇറങ്ങി റോഡ് പോയി കുത്തിയിരിക്കുന്നു. ഒരു പബ്ലിക് ന്യൂസൻസ് ആകാം. പോലീസ് വരുമോന്നറിയണല്ലോ. എന്റെ അഭിപ്രായം അവിടെ തന്നെ കുത്തിയിരുന്നോട്ടെ എന്നാണ്. ഒരു വലിയ കൊട വെച്ച് കൊടുത്ത് ആ വെയിലാടി ഇരിക്കട്ടെ കുറച്ചു കാലം, കുടിക്കാൻ കുറച്ച് വെള്ളവും കൊണ്ട് കൊടുക്കുക. അല്ല, സീരിയസ് ആയിട്ടാ. അപ്പൊ നമുക്ക് നോക്കാല്ലേ. ആരോ ഒരുത്തൻ നിന്റെയൊക്കെ പിന്നിലുണ്ടെന്ന് ഊഹിച്ചിരുന്നു. എവിടെയാ അവൻ? വിളിക്കേ. അതേടാ, ഞാൻ തിരിച്ചു വരില്ലാന്ന് വിചാരിച്ചോ? താൻ എവിടെ നിന്ന് വന്ന് രാവിലെ കുറ്റിയും പറഞ്ഞു? ജനാധിപത്യപരമായിട്ടായിരുന്നു ഞങ്ങളുടെ സമരം. ഓ, ഏമാനായിരുന്നോ? സ്ഥലമുണ്ട്, ഞാൻ അറിഞ്ഞില്ല. ഞാൻ വന്ന ദിവസം തൊട്ട് നീ എന്നെ ഒരുമാതിരി ആക്കുന്നുണ്ട്. അതങ്ങ് കൈ വെച്ചിരുന്നാ മതി. ഈ തനിക്കൊണ്ടെന്ന് നിനക്ക് അറിഞ്ഞൂടാ കേട്ടോ. നിലവിൽ ഗവർണറുടെ ഓഫീസിൽ നിന്നും കൊടുത്തിട്ടുള്ള കർശന നിർദ്ദേശത്തിന്റെ പുറത്താണ് 124 ഉൾപ്പെടെ ചുമത്തുന്ന സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. അപ്പൊ എല്ലാം അറിഞ്ഞല്ലേ? വിദ്യാർത്ഥി സമരത്തിന് നേരെ 124 വകുപ്പ് ചുമത്താൻ വേണ്ടി പാടില്ല. ഇങ്ങനെ പേടിക്കലടാ ആണുങ്ങളെ വില കളയാനായിട്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. മന്നിച്ചിടുക സാർ, മന്നിച്ചിടുക. തെരിയാമോ പണ്ടിട്ട? അതെ, ഒരു പ്രത്യേക സാഹചര്യം വെറുതെ വിട്ടിരിക്കുന്നു. സമാധാനമായി. എന്തൊക്കെ ബഹളമായിരുന്നു. ആ ടിവിയുടെ ഓളി ഒന്ന് കൂട്ടിയരാ. വേണമെങ്കിൽ ന്യൂസ് വെച്ചോ, നാളെ വല്ല ഹർത്താലുണ്ടോന്ന് അറിയാലോ. SFIയെ സംബന്ധിച്ച് ഞങ്ങൾ ഒരക്രമത്തിനും തയ്യാറായിട്ടില്ല. വലിയ വെടി, ചെറിയ വെടി, വെടി വഴിപാടാണല്ലേ. ഇന്നെങ്കിലും വല്ല പുതുമ ഉണ്ടാവും ഞാൻ വിചാരിച്ചു. കഴിഞ്ഞ 2 മാസത്തോളമായി SFI സമരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വെറുതെ പൊട്ടങ്കളി വേണ്ട. കാര്യം എന്താണെന്ന് പറയാം. മുഖ്യമന്ത്രിക്ക് നേരെയാണ് എന്നുണ്ടെങ്കിൽ ഇത് സംഭവിക്കുമോ എന്ന് അദ്ദേഹം ചോദിക്കുന്നത് വളരെ റിലവന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നിങ്ങൾ വെറും മണ്ണ, നിങ്ങളുടെ തലയ്ക്കകത്ത് മണ്ണ. തന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല. നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ? മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിക്കുവാൻ വേണ്ടിയിട്ട് ഒരു വിഭാഗം വഴിയിൽ അണിനിരന്ന് നിന്ന് കഴിഞ്ഞു. അവരവിടെ നിന്നോട്ടെ എന്നായിരിക്കുമോ കേരള പോലീസ് കരുതുക?
കഴിഞ്ഞോ? നിൽക്ക. കുഴപ്പമില്ല. അപ്പൊ നമുക്ക് നോക്കാം അല്ലേ? അപ്പൊ മ്യൂസിക് കേൾക്കാം. ഓട്ടച്ചങ്കോ പരട്ടച്ചങ്കോ അല്ല നരേന്ദ്രമോദിയുടേത്. കളിയാക്ക ഇതിലെന്നെ കളിയാക്കാനിരിക്കുന്നത്. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. അത് ശ്രീ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ അണികളും മനസ്സിലാക്കുന്നത് വളരെ നല്ലത്. ബാക്കിയുള്ളവരുടെ മനസമാധാനം കളയാനായിട്ട് കഴിഞ്ഞ 10 കൊല്ലം അല്ലെങ്കിൽ 9.25 വർഷം കൊണ്ട് ഒരു സ്റ്റേറ്റ്സ്മാൻ, ഒരു വിശ്വ പൗരൻ, ഇവിടെ എല്ലാരും കൂടെ എഴുന്നള്ളിക്കുന്ന ആ വിശ്വ പൗരനല്ല. എന്റെ കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാ. ഇന്നലെ ഞാൻ ശരിക്കും ഉറങ്ങിയിട്ടില്ല. യൂണിഫോം സിവിൽ കോഡിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സർക്കാരാണ്. അത് നടപ്പിലാക്കി എടുക്കുമെങ്കിൽ പിന്നെ എവിടെയാണ് ജാതിക്ക് സ്ഥാനം? അത് സംഭവിച്ചിരിക്കും. മറ്റേ കേരളയിൽ വരും കേട്ടാ എന്ന് പറഞ്ഞതുപോലെ അല്ല. ദയവേദി ഇക്കാര്യം പുറത്ത് ആരോടും പറയരുത്. എനിക്കത് ക്ഷീണ. ഇനിയിപ്പോ എന്തറിയാനാ, ഇപ്പോഴേ അറിഞ്ഞു കാണുമല്ലോ. ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ പങ്കുചേരുന്ന എവർക്കുള്ള ദിവസക്കൂലി കൂടി ഇനി DBT വഴി ആക്കണം. അവൻ എന്തിനുള്ള പുറപ്പാടാന്ന് മനസ്സിലാവുന്നു. ലോക്കൽ നേതാക്കന്മാരും മുഴുവൻ അതിനകത്തുനിന്ന് പങ്കുപറ്റുന്ന മനുഷ്യൻ ഇത്രക്ക് ചീപ്പാവും. അതെ, അത് തന്നെ എനിക്കും പറയാനുള്ളത്. മനുഷ്യനാണല്ലേ ഇത്രക്ക് ചീപ്പാവും. ഒരു വൃത്തികെട്ട സംസ്കാരം കേരളത്തിലുണ്ട്. കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അല്പന ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് ഉടപിടിക്കുന്നു കേട്ടിട്ടേ. എന്തുകൊണ്ടാണ് തൊഴിലുറപ്പ് പദ്ധതിക്ക് വരേണ്ട വിഹിതം കൃത്യമായിട്ട് എത്താത്തത്? ഇന്ന് വരെ അതിനുള്ള പെർഫെക്റ്റ് ഓഡിറ്റ് ഈ സംസ്ഥാനത്തിന് നൽകാൻ സാധിച്ചിട്ടുണ്ട്. സമാധാനമായ ചേട്ടാ അപമാനിച്ചേ ഞങ്ങി ഞാൻ പോയിക്കോട്ടെ. അപ്പൊ നമുക്ക് നോക്കാം അല്ലേ? എന്താണോ ഞെട്ടുന്നത്? ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. എന്താ പെട്ടെന്ന് വായിക്കേ. തമിഴ് ചലച്ചിത്ര ലോകത്തെ തലയെടുപ്പുള്ള ഒരു കൊമ്പൻ തമിഴ് രാഷ്ട്രീയ രംഗത്തേക്ക് കാലെടുത്ത് വെക്കുകയാണ്. ഇതൊരു യാഥാർത്ഥ്യമാണെന്ന് എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. തമിഴക വെട്രി കഴകം എന്നാണ് പാർട്ടിയുടെ പേര്. ഞാൻ ഒരു വോട്ടല്ലായിരുന്നു, ഒരു വിധത്തിലൊക്കെ ഒപ്പിത്തെടുത്തു. ഒരുപാട് ആരാധകരുണ്ട്. അത് വളരെ കറക്റ്റാണ്. ഇപ്പോ നമ്മുടെ കേരളത്തിലായാലും ഉണ്ട്. കാണുമ്പോഴുള്ള ഒരു ത്രിൽ, കോൺഫിഡൻസ്, എനർജി, അതാണ് വിജയ്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നു. അവൻ എന്തിനുള്ള പുറപ്പാടാന്ന് മനസ്സിലാവുന്നില്ല. സന്തോഷായി, നല്ല സന്തോഷമായി. അപ്പോ എന്നോട് എന്താ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്? അത് മറ്റൊന്നുമല്ല. നിലവിൽ കമ്മിറ്റ് ചെയ്തിട്ടുള്ള സിനിമകൾ തീർന്നാൽ പൂർണ്ണമായും തന്നെ ജനസേവനത്തിന് വേണ്ടി അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തനത്തിന് വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനത്തിനായി മാറ്റി വെക്കുമെന്നും വിജയ് ഇറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. പറ്റിക്കാൻ വേണ്ടിട്ടാണെങ്കിൽ ആരോട് ഇങ്ങനെയൊന്നും പറയുന്നു. മനസ്സുകൊള്ള സിരിച്ച വിജയൻ ചേട്ടാ കുന്തിരിക്ക എനിക്ക് ഇഷ്ടമാണ് എന്ന് വെച്ചാൽ അതിന്റെ മൂട്ടിലിട്ട് പോയ്ക്കരുത്. ഒരു രാഷ്ട്രീയ പാർട്ടിയെയും പിന്തുണയ്ക്കാനുള്ള ശ്രമവുമില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള തീരുമാനങ്ങളില്ല. നിന്റെയൊക്കെ കോപ്രായത്തിന് തൂങ്ങാൻ വേറെ ആളോ? ഇവൻ നമ്മക്ക് പണിയുണ്ടാക്കുമെന്നാണ് തോന്നണത്. നേരത്തെ ചേർന്ന ജനറൽ കൗൺസിലിന്റെ തീരുമാനം ആ രീതിയിൽ തന്നെയാണ്, തനിച്ച് തന്നെ നിൽക്കുക എന്നുള്ളതാണ് നിലവിൽ എന്തായാലും വിജയ് പറയുന്നത്. ഈ കാലത്ത് ഇങ്ങനത്തെ ആമ്പിള്ളാരുണ്ടല്ലോ. അപ്പൊ നമുക്ക് നോക്കാം അല്ലേ? എന്താ ഇത്? കാലുവിടാൻ രാവിലെ തന്നെ കാല് വാരുവാണോ? കാല് വാരുകയല്ല അളിയാ, ഞാൻ സാഷ്ടാംഗ പ്രണാമം നടത്തിക്കൊണ്ടിരിക്കുക. അവൻ എന്തിനുള്ള പുറപ്പാടാന്ന് മനസ്സിലാവുന്നു. കേരളത്തിന്റെ ഇപ്പോഴത്തെ സാഹചര്യം, സാമ്പത്തിക രംഗം തകർന്നെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, 4 ലക്ഷം കോടി രൂപ കടത്തിലാക്കിയിരിക്കുന്നു കേരളം എന്ന് പറഞ്ഞു. ഞാൻ വിശ്വസിക്കില്ല. നമ്മളെ പറ്റിക്കാൻ വേണ്ടി സത്യം പറയണം. സത്യമല്ലേ ഇവർക്കറിയാം. ആരാണ്? ഇവിടെ കടം കയറി മുടിഞ്ഞ് മനുഷ്യൻ പട്ടിണി കിടക്കുന്നു, ആത്മഹത്യ ചെയ്യുന്നു. എത്ര പാടിയിട്ടും ഒരു പ്രയോജനവും ഇല്ല ചേട്ടാ. ഇപ്പോഴും ഏറ്റവും വലിയ രസം എന്താ? ഒന്ന് കറങ്ങി മദ്രാസ്, ബാംഗ്ലൂർ, ബോംബെ, കൽപ്പാത്തി, ആലപ്പുഴ, ചാകര, തൃശൂർ, കൊയിലാണ്ടി, സുൽത്താൻ ബത്തേരി, അങ്ങനെ തിരക്കിട്ടൊരു ടൂർ പരിപാടി. പിണറായിയും ഭാര്യയും മകളും എല്ലാം കൂടെ വിദേശയാത്ര നടത്തുകയാണ് സർക്കാർ ചെലവിൽ. മനുഷ്യരെ കുറച്ചൊക്കെ ഇതൊക്കെ വേണം. സപ്പോസ് എന്തെങ്കിലുമൊക്കെ അദ്ദേഹത്തിന്റെ പശുത്തൊഴുത്തിന് 45 ലക്ഷം രൂപ, താഴെ നിന്ന് മുകളിൽ 2ാം നിലയിലോട്ട് കയറാൻ ലിഫ്റ്റ് 25 ലക്ഷം രൂപ. ഇവിടെ മനുഷ്യൻ പട്ടിണി കിടക്കുമ്പോഴാണ് ഇത് ചെയ്യുന്നത്. നിങ്ങൾ ആലോചിക്കണം. കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കണം. ഞാൻ ഓർമ്മ വേണം. അല്പന ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് ഉടപിടിക്കുന്നു കേട്ടിട്ടേ. ഇത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല, തകർത്തേ പറ്റൂ. ഇത് തകർക്കണമെങ്കിൽ BJP ശക്തിപ്പെടുത്തിയേ പറ്റൂ. ഇത്തവണ
പിടിക്കണോടാ? അത് ഞാൻ പിടിക്കും. ഒന്നാഞ്ഞു പിടിച്ചാൽ ഇതോടെ നിന്റെ ജീവിതവും ഒരു ഹിറ്റാക്കി മാറ്റാം. 7 പ്രാവശ്യം MLA ആയി പൊതുപ്രവർത്തനം നടത്തി നിൽക്കുന്ന വ്യക്തി എന്ന നിലയിൽ ആധികാരികമായി തന്റെ ഇടമായി ഞാൻ പറയും, എനിക്ക് ഉറപ്പാ ഹിറ്റാവും, ഞാൻ ശ്രദ്ധിക്കപ്പെടും, എന്റെ സർവ്വ പ്രശ്നങ്ങളും തീരും. അടുത്ത അസംബ്ലി ഇലക്ഷൻ കേട്ട് കാണിച്ചത്. ഇനി നമ്മളിപ്പോ എന്താ ചെയ്യാ? ഞാനൊന്ന് പറഞ്ഞോട്ടെ, നമ്മളിപ്പോ എന്താ ചെയ്യാ? ഇയാളെ കൊണ്ട് വലിയ ശല്യമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ എന്റെ പാർട്ടി ജയിക്കുന്ന കാര്യം ഇത് തന്നെ. അതെന്താ മോലാളി അങ്ങനെ പറയുന്നത്? ഞാൻ ആലോചിച്ചപ്പോ ഒരു കാര്യം തോന്നിപ്പോവാണ്. എന്തേ? ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കടിയായത്. എങ്ങനെ? സാക്ഷരത നേടിയപ്പോ ജനങ്ങൾക്ക് വിവരം വന്നല്ലോ. അപ്പൊ നമുക്ക് നോക്കാല്ലേ? എന്താ മാധവേട്ട പ്രശ്നം? തിരുവനന്തപുരത്തൊക്കെ വിളിച്ചു ചോദിക്ക്. ഒരു ഗവർണറെ തെരുവിൽ തടയുക, അദ്ദേഹം പോകുന്ന വഴിക്കൊക്കെ കരിക്കൂടി കാണിക്കും, അസഭ്യവും നീചവുമായ പരാമർശങ്ങളോടുകൂടിയ ബാനറുകൾ പ്രദർശിപ്പിക്കുക. ഞങ്ങളുടെ ഭാഷയിൽ ഇതിനെ ഡബിൾ പാരനോയിഡ് ആൽക്കഹോളിക് സ്കൈസോഫ്രീനിയ എന്നാണ് പറയുന്നത്. ഇതൊക്കെ വലിയ കേമത്തമാണ് എന്ന് ഇവിടെ ഒരു വിദ്യാർത്ഥി സംഘടന വിചാരിക്കും. ഇതാണ് അതിലെ ഏറ്റവും പരിഹാസ്യമായിട്ടുള്ള കാര്യം. കൂടുതൽ എന്നെ നാറ്റിക്കാൻ. അപ്പൊ ഈ വിദ്യാർത്ഥി സംഘടന നേതാക്കന്മാർക്ക് തലയ്ക്ക് സ്ഥിരമില്ല, അല്ലെങ്കിൽ ബുദ്ധിയില്ല, വെളിവില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ മുതിർന്ന നേതാക്കളുടെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ അറിവോടും അനുഗ്രഹത്തോടും ഒത്താശയോടും കൂടിയിട്ടാണ് ഇതൊക്കെ നടക്കുന്നത്. അതെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, കൊല്ലം കുറെ ആയില്ലേ കാണാൻ തുടങ്ങിയിട്ട്. അയ്യോ, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വലിയ ധീരകൃത്യമാണെന്നാണ് ഇവർ വിചാരിച്ചിട്ടുള്ളത്. പക്ഷെ ആളുകൾ വിചാരിക്കുന്നത് അങ്ങനെയല്ല. നിങ്ങൾക്കൊന്നും നാണവും മാനവും അല്പം പോലും ഇല്ല. 2-3 ദിവസമായി ഞാൻ വിജയമോനെ ശ്രദ്ധിക്കുകയാണ്. ഒരു മന്നത പോലെ എന്തോ സൈക്ലിക് കോക്ലിക് പ്രോബ്ലമാണ്, എന്തോ കണസാകുണ പ്രശ്നമാണ്. കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആളുകൾ വിചാരിക്കുന്നത് ഇവർ ചെയ്യുന്ന ശുദ്ധ കോമാളിത്തരമാണ്, അല്ലെങ്കിൽ ശുദ്ധ തെമ്മാടിത്തരമാണ്, തല്ലുള്ളിത്തരമാണ്. കൊളായിന്നാ തോന്നണേ. എന്തായാലും നമ്മുടെ ശരീരം വിടക്കാക്കണ്ട, അവര് തല്ലിട്ട് ചാവട്ടെ. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഗവർണർക്ക് കേന്ദ്രത്തിന്റെ സഹായം തേടേണ്ടത്. നമ്മളെ തന്നെയാണല്ലോ അവന്മാര് നോട്ട് വിട്ടിരിക്കുന്നത്. CRPF-കാരുടെ സംരക്ഷണം അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ SFI-കാർക്ക് നല്ലൊരു അവസരം കൈവന്നിരിക്കുക. ഇനി അവർ ഈ ചുണയുണ്ടെങ്കിൽ ഗവർണറെ ഒന്ന് തടയും. നമുക്ക് ഭയപ്പെടാതെ മുന്നോട്ട് നീങ്ങാം. അല്ലെങ്കിലും ഭയപ്പെട്ടിട്ട് ഇനി കാര്യമില്ല. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ചിലപ്പോ വെടികൊണ്ട് ചാവേണ്ടി വരും. ഇത് തടഞ്ഞ വിവരം അടിയോട് അടിയായി, ഒരു വിട്ടുവീഴ്ച ഉണ്ടാകും. ഇനി കാരണഭൂതന്റെ പോലീസ് അല്ല ഇവരെ കൈകാര്യം, CRPF-കാരെ. ചെറുപ്പക്കാരെ വഴിയിലിറക്കി തല്ലുകൊള്ളിക്കും. ഇവിടെ അഡ്മിറ്റ് ചെയ്തത് എന്നിട്ട് നിങ്ങളല്ലേ മുങ്ങിക്കളഞ്ഞത്? കൊണ്ടുവന്ന ഉത്തരവാദിത്തപ്പെട്ടവർ കൂടെ വേണമെന്ന് അറിയില്ലേ? എന്തെങ്കിലും സംഭവിച്ചാൽ ഗ്രാമ്യ ഭാഷയിൽ പറഞ്ഞ കുട്ടി കുറേനെ കൊണ്ട് ചുടിയോറ് വാദിക്കുന്ന പരിപാടി. അറിയാത്ത പിള്ളക്ക് ചൊറിയുമ്പോഴേ അറിയൂ. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ചുവന്ന സ്വിച്ച് അമർത്തി. അമർത്തി. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് ഉപകാരം. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.